നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശന്തനു മഹാരാജാവ്, ഗംഗാദേവി, ശന്തനു മഹാരാജാവ്, സത്യവതി, പിന്നെ സത്യവതി, പരാശര മഹർഷി, പിന്നീട് ശന്തനുവിലും ഗംഗാദേവിയിലുണ്ടായ ദേവവ്രതൻ അഥവാ ഭീഷ്മർ എന്ന മകൻ, സത്യവതിയിലും ശന്തനുവിലും ഉണ്ടായ വിചിത്രവീര്യൻ ചിത്രാംഗതൻ. അതിൽ ചിത്രാംഗതൻ ഗന്ധർവലോകത്ത് ഒരു ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യൻ പ്രായം എത്തുന്നതിൽ മുന്നേ 36-ാമത്തെ വയസ്സിൽ, അങ്ങനെ 33-ാമത്തെ വയസ്സിലെന്തോ അദ്ദേഹം അസുഖബാധിതനായി മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അംബ, അംബിക, അംബാലികയിൽ അംബയെ ഭീഷ്മര് സാലുവിൻ്റെ കൂടെ വിട്ടു. പക്ഷേ ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അംബ ശിഖണ്ഡിയായ കഥ, ശിഖണ്ഡി ആവും എന്നൊരു അനുഗ്രഹം കിട്ടുന്ന കഥ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓർക്കുന്നില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പം ഞാൻ ബാക്കി പറയട്ടെ, ബാക്കി പറയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞു അംബിക, അംബാലിക, വ്യാസൻ, ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർക്കുണ്ടായ ജന്മവൈകല്യം എന്തായിരുന്നു അഫ്വ? അഫ്വ, ധൃതരാഷ്ട്രർക്കുണ്ടായ ജന്മവൈകല്യം. ജന്മന അദ്ദേഹം ദേവനന്ദ് കണ്ണ് കാണൂലായിരുന്നു. വെരി ഗുഡ്. അന്ധനായിരുന്നു. അന്ധനായിരുന്നു അദ്ദേഹം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കഥയിലെ പാണ്ഡു എന്ന അസുഖം ഉള്ള ആളായിരുന്നു. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഗാന്ധാര ദേശത്തെ രാജകുമാരിയായിരുന്ന ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നു. ഇപ്പോൾ ഗാന്ധാര ദേശം എന്ന് പറയുന്നത് ഹസ്തിനപുരത്തിൻ്റെ ഒരു സാമന്ത ദേശമാണെന്ന് വെച്ചാൽ ഹസ്തിനപുരത്തിൻ്റെ അത്രയും പവർഫുൾ അല്ല. അതുകൊണ്ട് തന്നെ ഹസ്തിനപുരിയിലെ രാജകുമാരന് വേണ്ടി ഗാന്ധാര രാജാവിനോട് പുത്രിയെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മതമായിരുന്നു. പക്ഷേ ഈ ഗാന്ധാര ദേശത്തെ ഗാന്ധാരി എന്ന രാജകുമാരി സകല ആയോധന കലകളും ഒക്കെ അറിയുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു. ശകുനി എന്നായിരുന്നു അവൻ്റെ പേര്. സ്വഭാവം അസല് ദുഷ്ട സ്വഭാവം എന്നാണ് പറയുന്നത്. അങ്ങനെ ഹസ്തിനപുരയോടുള്ള ഭയബഹുമാനം കൊണ്ട് ഗാന്ധാര രാജാവ് തൻ്റെ മകളെ അന്ധനായ ധൃതരാഷ്ട്രർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതിച്ചു. ശകുനിക്ക് അതൊട്ടും സമ്മതമല്ലായിരുന്നു. കാരണം അതിസുന്ദരിയും എല്ലാ ആയുധവിദ്യകളിലും പ്രവീണയുമായ തൻ്റെ സഹോദരിയെ ഒരു ബലിയാടാക്കുന്നതായിട്ട് ശകുനിക്ക് തോന്നി. ആ പകയാണ് ശരിക്കും മഹാഭാരത യുദ്ധത്തിന് തന്നെ കാരണമായത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അങ്ങനെ ശകുനി ഗാന്ധാര ദേശത്ത് നിന്നും ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം ചെയ്തു. വിവാഹത്തിന് തൊട്ടു മുൻപാണ് ഗാന്ധാരി അറിയുന്നത് തൻ്റെ ഭർത്താവ് ജന്മന അന്ധനാണ്, അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. അതറിഞ്ഞ ആ നിമിഷം പതിവ്രത എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഭർത്താവിനെ അത്രയധികം സ്നേഹിക്കുന്ന ഗാന്ധാരി ഒരു കറുത്ത തുണിയെടുത്ത് തൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടാണ്. തൻ്റെ ഭർത്താവിന് കാണാൻ കഴിയാത്തതൊന്നും തനിക്ക് കാണണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്താൽ ഗാന്ധാരി തൻ്റെ കണ്ണുകൾ രണ്ടും മൂടിക്കെട്ടുന്നു. സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തീരാ കുറേ ഉണ്ടായിപ്പോകും കേട്ടോ. അങ്ങനെ ഗാന്ധാരിക്കൊപ്പം ശകുനിയും ഹസ്തിനപുരിയിലേക്ക് പോകുന്നുണ്ട്. ഗാന്ധാരിക്ക് തുണയായിട്ട് ശകുനിയും ഹസ്തിനപുരിയിലേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ പാണ്ഡുവിനും വിവാഹാലോചനകളായി. പാണ്ഡു ആദ്യം വിവാഹം ചെയ്യുന്നത് കുന്തി ഭോജന്റെ മകളായ കുന്തിയെയാണ്. കുന്തി ഭോജന്റെ മകളായ കുന്തി. പിന്നീട് മാതൃദേശത്തെ രാജകുമാരി ശല്യരുടെ സഹോദരിയായ മാദ്രി. അത് രണ്ടും ഒന്ന് മനസ്സിൽ വെക്കുക. ഇത്രയും വെച്ചിട്ട് നമ്മൾ ആ ഹസ്തിനപുരിയിലെ കഥ ഒന്ന് അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ചൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാനുണ്ട്. കാരണം എന്നാലേ നമുക്കിതിലെ പ്രധാന കഥാപാത്രമായ കർണനിലേക്ക് എത്താൻ പറ്റുള്ളൂ. കുന്തി ഭോജന്റെ മകളായ കുന്തി ഒരിക്കൽ അവിടേക്ക് ഒരു മഹർഷി വരികയാണ്. മൂക്കത്ത് മുൻശുണ്ഠിയുള്ള വിശ്വാമിത്രനെ കുന്തി നന്നായി
ദുർവാസാവിനെ കുന്തി നന്നായി പരിപാലിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം അവൾക്കൊരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു അനുഗ്രഹം എന്ന് വെച്ചാൽ, നീ മനസ്സിൽ ആരെ വിചാരിക്കുന്നുവോ അയാളിൽ നിന്നും നിനക്കൊരു കുഞ്ഞിനെ കിട്ടും. അതായിരുന്നു അനുഗ്രഹം. ഒരു മന്ത്രം കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും, അതിപ്പോൾ സന്യാസി വെറുതെ പറഞ്ഞതാണോ അതോ അത് സത്യമാണോ എന്നറിയാനുള്ളൊരു, നമ്മളോട് ഒരാളൊരു സാധനം, ഒരു പാക്കറ്റിലൊരു സാധനം തന്നിട്ട് ഇത് സൂക്ഷിച്ചു വെക്കണം, ഒരിക്കലും തുറക്കരുത് കേട്ടോ, ഞാൻ പറയാതെ തുറക്കരുത് എന്ന് പറയുമ്പോൾ അല്ല പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അത് അവിടെ തന്നെ വെച്ചുകൊണ്ട് പോകും. പക്ഷേ തുറക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി കുന്തിക്കും ഉണ്ടായി. ഇത് ഇദ്ദേഹം തന്ന വരം സത്യമാണോ എന്നൊന്നും അറിയണമല്ലോ. അങ്ങനെ കുന്തി ആരും അറിയാതെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നു. സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് കുന്തി ഗർഭിണിയാവുന്നു. യഥാകാലം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. പക്ഷെ അന്നത്തെ കാലത്തായാലും അവിവാഹിതയായ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് സമൂഹത്തിൻ്റെ കണ്ണിൽ തെറ്റ് തന്നെയായിരുന്നു. ഭയന്നുപോയ കുന്തി പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് കവച കുണ്ഠലങ്ങളോടുകൂടിയായിരുന്നു ജനിച്ചത്. കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ട. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇൻബിൽറ്റായിട്ട് ജന്മനാ തന്നെ ഒരു പടച്ചട്ട ഉണ്ടായിരുന്നു. കാതിൽ കമ്മൽ, അതും കാതിനോട് ചേർന്നിട്ടാണ്, അല്ലാതെ വേറെ ഒരു ആഭരണം പോലെ തൂക്കിയിട്ടതല്ല, കാതിനോട് ചേർന്നിട്ട് ബൈ ബേർത്ത് തന്നെ കിട്ടിയ, ജന്മനാ കിട്ടിയത് കവച കുണ്ഠലങ്ങളോടുകൂടി അവൻ ജനിച്ചു. കർണൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. പക്ഷേ ഭയന്നുപോയ കുന്തി അവനെ ഒരു കുട്ടയിലാക്കി യമുനാ നദിയിൽ ഒഴുക്കി വിടുകയാണ്. ആ യമുനാ നദിയിലൂടെ ഒരുപാട് ദൂരം ആ കുട്ട സഞ്ചരിച്ച് ഒരു സൂതനായിരുന്ന, സൂതൻ എന്ന് പറഞ്ഞാൽ ഹസ്തിനപുരിയിലെ തേരാളിക്കാണ് സൂതൻ എന്ന് പറയുന്നത്. തേര് തെളിക്കുന്ന ആൾ എന്ന് വെച്ചാൽ അവരെ ജാതിയിൽ താണവരായിട്ടാണ് സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ തേരാളിയായിരുന്ന അതിരഥന് ആ കുഞ്ഞിനെ കിട്ടുകയാണ്. ഒരുപാട് കാലമായി മക്കളില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അതിരഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധയും. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഈ കുഞ്ഞിനെ എടുത്ത് അതിരഥൻ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് രാധയുടെ മകനായി അവനെ അംഗീകരിക്കുന്നു. അവന് രാധേയൻ എന്ന പേരും നൽകുന്നു. ഇനി കർണൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് തിരിച്ച് കുന്തിയിലേക്കും മാദ്രിയിലേക്കും വരാം. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ കുന്തിയോടും മാദ്രിയോടൊപ്പം പാണ്ഡു സുഖമായി ജീവിക്കുന്നു. ഗാന്ധാരിയോടൊപ്പം ധൃതരാഷ്ട്രർ സുഖമായി ജീവിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. ഒരു ഫ്ലാഷ് ബാക്കും കൂടെ പറയാനുണ്ട്. അത് പാണ്ഡുവിനെ സംബന്ധിച്ചാണ്. പാണ്ഡു ഒരിക്കൽ വനത്തിൽ നായാട്ടിന് പോയപ്പോൾ അവിടെ വെച്ച് അറിയാതെ ഇണകളിൽ ഒരാളെ, ഒരു മാനിലെ ഇണകളിൽ ഒരാളെ അമ്പെയ്ത് കൊല്ലുന്നു. അപ്പോൾ അത് ശപിക്കുകയാണ്, അതിൻ്റെ ഇണ ശപിക്കുകയാണ്. എന്നെങ്കിലും നീ ഭാര്യയോടൊപ്പം ഭാര്യയോടൊത്ത് ജീവിക്കുകയാണെങ്കിൽ ആ നിമിഷം നിനക്ക് മരണം സംഭവിക്കും. ആ ഒരു ശാപമുള്ളത് കൊണ്ട് തന്നെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവാൻ പാണ്ഡുവിനെന്നും ഭയമായിരുന്നു. വിവാഹം ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരിക്കൽ പാണ്ഡുവിന് തോന്നുകയാണ്, ഇങ്ങനെ വെറുതെ ജീവിച്ചിട്ട് രാജ്യം ഭരിക്കുക, ആകെ കൂടെ ഉള്ളൊരു വിനോദവും ഇല്ല അവിടെ. അങ്ങനെ പാണ്ഡു ഈ ഭാര്യമാരോടൊത്ത് കുന്തിയോടും മാദ്രിയോടും ഒത്ത് കാട്ടിലേക്ക് പോവാണ്. എന്താ പറയുക, ഒരു പുതുക്കത്തിന് വേണ്ടി, ആകെ റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് രാജ്യത്തിൻ്റെ അധികാരം ഒരാളെ ഏൽപ്പിക്കണമല്ലോ. അന്ധനായിരുന്നെങ്കിലും ഭയങ്കര കഴിവുള്ള വ്യക്തിയായിരുന്നു ധൃതരാഷ്ട്രർ. അദ്ദേഹത്തിന് രാജ്യഭാരം ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ മകനായി ദാസിയിലുണ്ടായ വിതുരൻ, അദ്ദേഹത്തിനായിരുന്നു രാജ്യത്തിൻ്റെ ഭരണപരമായ അധികാരം മുഴുവൻ, മഹാമന്ത്രിയായിരുന്നു. അങ്ങനെ ധൃതരാഷ്ട്രരെ രാജ്യഭാരം ഏൽപ്പിച്ച് പാണ്ഡുവും ഭാര്യമാരും കാട്ടിലേക്ക് പോവാണ്. അവിടെ വെച്ച് പാണ്ഡു കുന്തി അവർക്ക് മക്കളുണ്ടാവുന്നില്ല, ഒരിക്കലും ഒരു വിവാഹ ജീവിതം പാണ്ഡുവിന് സാധിക്കില്ല എന്ന് കുന്തിക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുന്തി പാണ്ഡുവിനോട് പറയും, എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിരുന്നു, ആ അനുഗ്രഹം ഞാനിപ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. പാണ്ഡുവിൻ്റെ സമ്മതത്തോടെ കുന്തി ആദ്യം പ്രാർത്ഥിക്കുന്നത് യമരാജാവിനെയായിരുന്നു.
മരണത്തിൻ്റെ ദേവൻ. പക്ഷേ ഭയങ്കര ധർമ്മിഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് കുന്തിക്ക് അതിലൊരു മകനുണ്ടായി. അയാളുടെ പേരാണ് ധർമ്മപുത്രർ അഥവാ യുധിഷ്ഠിരൻ. ധർമ്മപുത്രർ അഥവാ യുധിഷ്ഠിരൻ. അപ്പോൾ പിന്നെ രണ്ടാമത് കുന്തി പ്രാർത്ഥിക്കുന്നത് കരുത്തുറ്റ ഒരു, മറ്റേത് അതിബുദ്ധിമാനായ ഒരു മകൻ, രണ്ടാമത്തത് കരുത്തുറ്റ ഒരു മകൻ വേണം. അതിനുവേണ്ടി കുന്തി പ്രാർത്ഥിച്ചത് വായു ഭഗവാനെ ആയിരുന്നു, വായുദേവൻ. വായുദേവനിൽ നിന്നും കുന്തിക്ക് ജനിച്ച പുത്രനാണ് ഭീമൻ. പിറന്നു വീണ ഉടനെ പാറക്കെട്ട് വരെ തകർത്തു എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഥയിൽ ചോദ്യമില്ല. അപ്പോൾ രണ്ടാമതുണ്ടായ പുത്രനാണ് ഭീമൻ. മൂന്നാമത് കുന്തി പ്രാർത്ഥിച്ചത് ദേവേന്ദ്രനെ ആയിരുന്നു. അതിസുന്ദരനായിരിക്കണം, എല്ലാവിധ ആയുധ വിദ്യകളിലും പ്രഗത്ഭനായി, അങ്ങനെ ഒരു മകനെയാണ് കുന്തി ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചത് ദേവേന്ദ്രനെ ആയിരുന്നു. അതിൽ കുന്തിക്കുണ്ടായ മകനാണ് അർജുനൻ. അങ്ങനെ കുന്തിക്ക് 3 മക്കളുണ്ടായി. യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ. അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മക്കളോട് സ്നേഹമുള്ള മാദ്രിക്കും മക്കൾ ഉണ്ടാവണമെന്ന ആഗ്രഹം ഉണ്ടായി. മാദ്രി തൻ്റെ ആഗ്രഹം പാണ്ഡുവിനോട് പറയുന്നു. പാണ്ഡു കുന്തിയോട് അപേക്ഷിക്കുകയാണ്, മാദ്രിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനൊന്ന് സഹായിക്കണം. അങ്ങനെ കുന്തി ഒരൊറ്റ തവണ ഉപയോഗിക്കാൻ മാത്രമായിട്ട് മാദ്രിക്ക് ആ പ്രാർത്ഥന അല്ലെങ്കിൽ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. ബുദ്ധിമതിയായ മാദ്രി തനിക്കൊരു കുഞ്ഞു പോരാ എന്നുള്ള ആഗ്രഹത്താൽ അശ്വിനി ദേവന്മാരെയാണ് പ്രാർത്ഥിക്കുന്നത്. അശ്വിനി ദേവന്മാർ അതിസുന്ദരന്മാരായിരുന്നു, നല്ല കഴിവുള്ള ആളുകളായിരുന്നു. അങ്ങനെ അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ചിട്ട് മാദ്രിക്കുണ്ടാവുന്ന മക്കളാണ് ഇരട്ടകൾ, നകുലനും സഹദേവനും. അങ്ങനെ പാണ്ഡവർ 5 പേർ. നിങ്ങൾ അത് മനസ്സിലാക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കഥ വരുന്നുണ്ട്. ഇതിന് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ 5 ഒരുമിച്ച് പറഞ്ഞത്. ഇതിനിടയിൽ നമുക്കൊന്നും കൂടെ ഹസ്തിനപുരിയിലേക്ക് പോയി നോക്കാം. കുന്തി ഗർഭിണിയായപ്പോൾ തന്നെ ഹസ്തിനപുരിയിൽ ഗാന്ധാരിയും ഗർഭിണിയായി. പക്ഷെ കുന്തി പ്രസവിച്ചു എന്നറിഞ്ഞിട്ടും ഗാന്ധാരിയുടെ പ്രസവം നടന്നില്ല. ദുഃഖിതയായ ഗാന്ധാരി തൻ്റെ വയറ്റിൽ ആഞ്ഞ് ഇടിക്കുന്നു. പെട്ടെന്നൊരു മാംസപിണ്ഡമാണ് പുറത്തേക്ക് വന്നത്. അതേ നിമിഷം തന്നെ അവിടേക്ക് വേദവ്യാസൻ എത്തിച്ചേരുന്നു. അദ്ദേഹം രാജകൊട്ടാരത്തിലുള്ള ആളുകളോട് 100 നെയ്ക്കുടങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് കൊണ്ടുവന്ന ഉടനെ ആ 100 നെയ്ക്കുടങ്ങളിലായിട്ട് അദ്ദേഹം ഈ മാംസപിണ്ഡത്തെ 100 കഷ്ണങ്ങളാക്കി നിക്ഷേപിക്കും. എന്നിട്ട് പറയും, ഇത് വായടച്ച് ഒരു മുറിയിൽ സൂക്ഷിക്കുക. യഥാകാലത്ത് ഇതിൽ നിന്നും നിനക്ക് 100 പുത്രന്മാർ ജനിക്കും. ഇപ്പോൾ ഗാന്ധാരിക്കൊരാഗ്രഹം, 100 പുത്രന്മാർ മാത്രം പോരാ, എനിക്കൊരു പുത്രി കൂടി വേണം. അവശേഷിച്ച കഷ്ണങ്ങൾ 101ാമത്തെ കുടത്തിലാക്കി അതും സൂക്ഷിക്കാൻ പറയും. അങ്ങനെ യുധിഷ്ഠിരൻ്റെ ജനനശേഷമാണ് ഈ ആദ്യത്തെ നെയ്ക്കുടത്തിൽ നിന്നും ആദ്യത്തെ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. അവൻ ജനിക്കുമ്പോൾ തന്നെ കഴുതയുടെ ശബ്ദത്തിലായിരുന്നു കരഞ്ഞതെന്ന് പറയുന്നുണ്ട്. അവൻ രാജ്യത്തിന് ഭീഷണിയാണ്, അവനെ വധിക്കണമെന്ന് രാജഗുരുക്കന്മാർ പറഞ്ഞിട്ടും പുത്രസ്നേഹത്താൽ മതിമറന്ന ഗാന്ധാരിയും ധൃതരാഷ്ട്രരും അത് അനുവദിക്കുന്നില്ല. അവർക്ക് ആദ്യം കിട്ടിയ ആ കുഞ്ഞിന് അവർ പേര് വിളിച്ചത് സുയോധനൻ എന്നായിരുന്നു. സുയോധനൻ, ഈ പേര് നിങ്ങൾക്ക് അത്ര പരിചയം കാണൂല, പക്ഷേ ദുര്യോധനൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് പരിചയമാണ്. ശരിക്കും ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ പ്രതീകം തന്നെയാണ് ദുര്യോധനൻ.
അഥവാ സുയോധനൻ. കാരണം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നല്ലതുണ്ട്, ചീത്തയുണ്ട്. ആ നല്ലതിൻ്റെയും ചീത്തയുടെയും ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ് നമ്മൾ ഒരാളെ നല്ലവനെന്നും ചീത്തയാളെന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദുര്യോധനൻ എന്നും സുയോധനൻ എന്നും ഒരു യഥാർത്ഥ മനുഷ്യൻ തന്നെയായിരുന്നു ദുര്യോധനൻ. ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, നിങ്ങളെ പാഠത്തിൽ അത് കൃത്യമായി പറയുന്നു. അതുകൊണ്ടാണ് ആ പേര് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പരാമർശിച്ചത്. ആ രണ്ട് പേരിലും അറിയപ്പെടുന്നയാളാണ് സുയോധനൻ അഥവാ ദുര്യോധനൻ. അങ്ങനെ ഒടുക്കം പിന്നീട് ആ 101 ഗുണങ്ങളിൽ നിന്നും 101 മക്കൾ ജനിക്കുകയാണ്. അതിൽ 101ാമത്തെ ആളായിട്ടാണ് ആര് ജനിക്കുന്നത്? ദുശ്ശള. 100 കൗരവരുടെയും 5 പാണ്ഡവരുടെയും ഏക സഹോദരിയായിരുന്നു ദുശ്ശള. ഈ ദുശ്ശളയുടെയും ഭർത്താവും ഇതിലൊരു പ്രധാന കഥാപാത്രമാണ്. നമുക്ക് അവിടേക്ക് വരുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൗരവരുടെയും പാണ്ഡവരുടെയും ജനനം മനസ്സിലായോ? കൗരവരെ കുറിച്ചും പാണ്ഡവരെ കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? മനസ്സിലായല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ അവിടെ? പറയടോ, ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, ചാറ്റ് ബോക്സിൽ കണ്ടു, ഇല്ല. അങ്ങനെ നമ്മളിപ്പോൾ കൗരവരെയും പാണ്ഡവരെയും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നീടൊരിക്കൽ വനത്തിൽ വെച്ചിട്ട് മാദ്രിയും പാണ്ഡുവും ദാമ്പത്യത്തിനൊരുങ്ങിയ നിമിഷം അദ്ദേഹത്തിൻ്റെ ശാപത്തിൻ്റെ ശക്തിയാൽ പാണ്ഡു മരിക്കുകയാണ്. പാണ്ഡു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വനത്തിൽ ആരും ആശ്രയമില്ല. അന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുക എന്നൊരു, പിന്നീട് നമുക്കറിയാം ഭാരതത്തിൽ കുറച്ചു കാലം മുന്നേ വരെ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു. വെരി ഗുഡ്, സതി അഫ്വാമി, സതി എന്ന ഒരു ആചാരം. അപ്പോൾ മാദ്രി കുന്തിയോട് പറയും, ഞാൻ കാരണമാണ് പാണ്ഡു മരിച്ചത്, അതുകൊണ്ട് തന്നെ പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോൾ കുന്തി പറയും, ഞാനാണ് ആദ്യത്തെ ഭാര്യ, എനിക്കാണ് അതിനുള്ള അവകാശം. അപ്പോൾ മാദ്രി പറയും, ചേട്ടത്തിക്ക് എന്നും ഈ 5 മക്കളെയും ഒരുപോലെ കാണാൻ പറ്റും. ഒരുപക്ഷെ ചിലപ്പോൾ എനിക്കത് കഴിഞ്ഞെന്ന് വരില്ല. നകുലനും സഹദേവനും എൻ്റെ ഉദരത്തിൽ പിറന്ന മക്കളാണ്, എനിക്ക് അവരോടൊരു പ്രത്യേക സ്നേഹം തോന്നിയേക്കാം. പക്ഷെ ചേട്ടത്തി ഒരിക്കലും ഈ 5 പേരിലും വേർതിരിവ് കാണില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇവരെ വളർത്താൻ അർഹ ചേട്ടത്തി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മാദ്രി ആത്മഹത്യ ചെയ്യും. ആലംബഹീനയായ കുന്തി ഈ 5 മക്കളോട് ഒന്നിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് ഈ മഹാഭാരതത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ല് തന്നെ പറയാം കഥയുടെ ആ ഒരു ഭാഗം. കാരണം പാണ്ഡു വനവാസത്തിന് പോകുന്നതിന് മുൻപ് രാജാവായിരുന്ന പാണ്ഡു ആ അവകാശം മുഴുവൻ ധൃതരാഷ്ട്രർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ പിന്നീട് പാണ്ഡു രാജാവല്ല എന്നാണ് ധൃതരാഷ്ട്രരെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷേ രാജാവിൻ്റെ ഒരു എന്താ പറയുക, ആക്ടിങ് രാജാവായിട്ട് മാത്രമാണ്, ആക്ടിങ് കിങ് ആയിട്ടാണ് ധൃതരാഷ്ട്രരെ ആക്കിയത്. അതുകൊണ്ട് രാജ്യാവകാശം എപ്പോഴും പാണ്ഡുവിന് തന്നെയാണെന്ന് പാണ്ഡുപക്ഷം. സ്വാഭാവികമായും ഹസ്തിനപുരി എന്ന രാജ്യത്തിൻ്റെ അവകാശത്തിന് തർക്കമുണ്ടായി. പക്ഷേ കുഞ്ഞുങ്ങൾ വളരണ്ടേ. പക്ഷെ ഈ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയ അന്ന് മുതൽ ശകുനി എന്ന ഗാന്ധാരിയുടെ സഹോദരൻ ഈ കൗരവരുടെ ഉള്ളിലേക്ക്, ദുര്യോധനൻ, ദുശാസനൻ, ദുശ്ശളൻ, ദുർഗുണൻ താഴത്തേക്ക് വരും, ഇവരിലേക്ക് വിഷം കുത്തിവെച്ചുകൊണ്ടിരുന്നു. പാണ്ഡവരോടുള്ള പക നമുക്കറിയാം. 5 വയസ്സ് വരെ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്ത് കുത്തിവെച്ചാൽ അതിങ്ങനെ അവിടെ കിടന്ന് വളർന്നും കൊണ്ടേയിരിക്കും. അത് മാറ്റിവെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുപ്പത്തിൽ കിട്ടുന്ന ആ ഒരു പഠനം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു പഠനമാണ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരുന്നു. പാണ്ഡവർ നിങ്ങളുടെ ശത്രുക്കളാണ്, നിങ്ങളുടെ രാജ്യാവകാശം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന ദ്രോഹികളാണ് പാണ്ഡവരെന്നുള്ള മട്ടിലായിരുന്നു ശകുനി കൗരവരുടെ മുന്നിൽ പാണ്ഡവരെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പക വളർന്നും കൊണ്ടേയിരുന്നു. കാലം കടന്നു പോയപ്പോൾ എങ്ങനെയെങ്കിലും പാണ്ഡവരെ ദ്രോഹിച്ച് അവിടെ നിന്നും ഓടിക്കുക എന്നതായി
കൗരവരുടെ ഒരേ ഒരു ലക്ഷ്യം. കാലമേറെ ചെന്നപ്പോൾ ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി ഇവരൊരിക്കലും ഒത്തുപോകില്ല. അതുകൊണ്ട് തന്നെ പാണ്ഡവർക്കായി മറ്റൊരു രാജ്യം പണി കഴിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരു സ്ഥലം കണ്ടെത്താൻ ധൃതരാഷ്ട്രർ നിർബന്ധിതനാകുന്നു. ഹസ്തിനപുരി വിട്ടുകൊടുക്കൂല എന്ന് തന്നെയാണ് ദുര്യോധനന്റെ വാശി. പുത്രസ്നേഹത്താൽ അന്ധനായ ധൃതരാഷ്ട്രർ പാണ്ഡവർക്കായി ഗാണ്ഡവം എന്ന ഒരു സ്ഥലം കണ്ടെത്താണ്. വലിയൊരു വനം, ഒരു വനപ്രദേശം. അവിടേക്ക് പാണ്ഡവരെ നിയോഗിക്കുകയാണ്. അതിനു മുന്നേ ഒരു ചെറിയൊരു കഥയുണ്ട്. ഈ പാണ്ഡവരെ വധിക്കാനായിട്ട് ശകുനിയും ദുര്യോധനും കൂടെ ഒരു പ്ലാൻ തയ്യാറാക്കും. ദൂരെ ഒരു സ്ഥലത്ത് വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് പാണ്ഡവരെയും കുന്തിയെയും പറഞ്ഞയക്കാം. അവരവിടെ താമസിച്ച് ഉത്സവം കൂടുമ്പോൾ ഉത്സവം തീരുന്ന ദിവസം അവർ താമസിക്കുന്ന വീടിന് തീ വെക്കുക. കുന്തിയും മക്കളും വെന്ത് മരിച്ചോളും. സ്വാഭാവികമായിട്ടും അവർ കാട്ടുതീയിൽ അല്ലെങ്കിൽ ഈ ഉത്സവ സ്ഥലത്തെ തീയിൽ കൊല്ലപ്പെട്ടു എന്ന് ജനങ്ങൾ കരുതും. ജനങ്ങൾ ഒരിക്കലും ദുര്യോധനെയോ ഇവിടെയുള്ള ആൾക്കാരെയോ സംശയിക്കില്ല. അങ്ങനെ ഒരു തിരക്കഥ അവർ തയ്യാറാക്കി. പക്ഷെ ഈ തിരക്കഥ മനസ്സിലായ ഒരാൾ ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്നു, വിതുരൻ. ഈ തിരക്കഥ പ്രാവർത്തികമാക്കാൻ ഇവർ ഏൽപ്പിച്ചത് പുരോചനൻ എന്ന ഒരു ജോലിക്കാരനെയായിരുന്നു. ഇപ്പൊ പുരോചനെ ഈ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. പാണ്ഡവർക്ക് വേണ്ട എല്ലാ സൗകര്യമുള്ള വലിയൊരു കൊട്ടാരം പണിയാൻ ആവശ്യപ്പെടുന്നു. പുരോചനൻ പറഞ്ഞതുപോലെ തന്നെ പാണ്ഡവരുടെ എല്ലാ രാജകീയ ഗമയ്ക്കും പറ്റുന്ന രീതിയിൽ വലിയൊരു കൊട്ടാരം അവിടെ പണിതു. പക്ഷേ സാധാരണ കൊട്ടാരങ്ങൾ പണിയുന്നത് കല്ലും മരമൊക്കെ കൊണ്ടാണെങ്കിൽ ഈ കൊട്ടാരം പണിതത് അരക്ക് കൊണ്ടായിരുന്നു. അരക്ക് എന്ന് പറഞ്ഞാൽ മെഴുക്, പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തു. ആർക്കും മനസ്സിലാവില്ല, അത്രയും കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ് അത് പണിതത്. പക്ഷെ വിതുരർക്ക് കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ ആ കൊട്ടാരത്തിന്റെ അകത്തു നിന്നും ഒരു തുരങ്കം നദിയിലേക്ക് അദ്ദേഹം പണിക്കാരെ കൊണ്ട് പണിത് വെച്ചിരുന്നു. നദിക്കരയിൽ ഒരു തോണിയും തയ്യാറാക്കി വെച്ചിരുന്നു. പാണ്ഡവർ പോകുന്നതിന് മുൻപ് ഈ ഒരു കാര്യം അദ്ദേഹം തൻ്റെ ഒരു സംശയം അവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. എങ്ങാനും കൊട്ടാരത്തിന് തീ പിടിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണ് എന്ന് അദ്ദേഹം അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഉത്സവത്തിന് ഇവർ പോയി നന്നായി ഉത്സവമൊക്കെ പങ്കെടുത്തു. അവസാന ദിവസം വലിയൊരു ഭക്ഷണം കൊടുക്കലാണ്. ഫ്രീ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി. അവിടെ വെച്ച് അവസാനം അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നത് ഒരു കാട്ടാള സ്ത്രീയും അവരുടെ 5 മക്കളുമായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുത്തു. അവരവിടെ കിടത്തി ഉറക്കി. ചിലപ്പോൾ ദൈവനിയോഗമാവാം. അങ്ങനെ അവിടെ കിടത്തി ഉറക്കി. അർദ്ധരാത്രി ആയപ്പോൾ ഇവർക്ക് മനസ്സിലായി പുരോചനൻ തീ വയ്ക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതറിഞ്ഞ നിമിഷം തൻ്റെ സഹോദരങ്ങളെയും അമ്മയും സുരക്ഷിതമായി ആ തുരങ്കത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ഭീമൻ, പുരോചനൻ ചിന്തിക്കുന്നതിന് മുൻപ് കൊട്ടാരത്തിന് തീ വെച്ചിട്ട് ഭീമനും രക്ഷപ്പെടുന്നു. പിറ്റേന്ന് നേരം പുലർന്നത് പാണ്ഡവർ കത്തിമരിച്ചു, തീയില് കൊല്ലപ്പെട്ടു എന്ന വാർത്തയോടുകൂടിയാണ്. സ്വാഭാവികമായും കൊട്ടാരത്തിൽ അതിൻ്റെ ദുഃഖാചരണമൊക്കെ ഉണ്ടായി. പാണ്ഡവർ കൊല്ലപ്പെട്ടു എന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ അവരൊരു കാട്ടിൽ ജീവിക്കുകയായിരുന്നു. ഇപ്പൊ സമയത്രേ 11:50 നമുക്ക് തീരും. അപ്പൊ ഞാനിത് എന്തായാലും ഇന്നത്തത് നിർത്തട്ടെ. നമുക്ക് എന്തായാലും ഒരാഴ്ച പറയാനുള്ള കഥയുണ്ട് മക്കളെ, ഒരാഴ്ചത്തോളം പറയാനുള്ള കഥയുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് ഇപ്പൊ ഈ കഥ ഞാൻ നിർത്തുകയാണ്.